ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നപ്പോൾ തന്നെ നമ്മളവിടെ പഠിപ്പിക്കുന്നതാണെങ്കിലും ഹിപ്നോതെറാപ്പി ഒരു സ്യൂഡോ സയൻസ് ആണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടൂളാണ് ഹിപ്നോതെറാപ്പി. ഈ ADHD, OCD ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ആക്ച്വലി ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ലൈക്ക് ഒരു യങ്ങർ ഏജിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30s 40s ആയിരിക്കും ചിലപ്പം ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ADHD ഇപ്പോഴാണ് അവർ ഡയഗ്നോസ് ചെയ്തതെന്ന് പറയുന്നത്. ഇന്ത്യയുടെ തന്നെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ലൈക്ക് അങ്ങനത്തെ കുറേ അങ്ങനത്തെ ഏൻഷ്യൻ കുറേ പ്രാക്ടീസസ് ഉണ്ട്. സോ കുറേയൊക്കെ എനിക്ക് അതുമായിട്ട് സിമിലാരിറ്റീസ് തോന്നി. ഒരു പാസ്റ്റ് ലൈഫ് റെക്കഗ്നൈസ് ചെയ്യുന്നു, ആ സ്ഥലത്തെ ഇന്ന സ്ത്രീയായിരുന്നു ഞാൻ, എനിക്ക് ഇന്ന ആളെൻ്റെ ഭർത്താവായിരുന്നു എന്ന് ഈ ചൈൽഡ് പറഞ്ഞ് അത് പോയി കണ്ടുപിടിച്ച കേസസ് ഉണ്ട്. ഇപ്പോൾ EYയിൽ നടന്ന കേസിൽ ഐ ഡോണ്ട് തിങ്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു ആ കുട്ടിക്ക് വേണ്ടതെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഷി വാസ് വർക്കിംഗ് ടു മച്ച്. ഷി വാസ് സ്കിപ്പിംഗ് ഹെർ ഫുഡ്, സ്ലീപ്പ്, സോഷ്യൽ ലൈഫ്. ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് ഫങ്ഷണൽ ആയിട്ടിരിക്കാൻ ഇതെല്ലാം ആവശ്യം. ഐ ഡോണ്ട് ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ദം. അതാണ് അതിൻ്റെ ഏറ്റവും വൈറ്റൽ പാർട്ട്. അതിനി പാസ്റ്റ് ലൈഫാണോ, അല്ലെങ്കിൽ ഞാൻ അനിയത്തിപ്രാവ് മൂവിയാണോ, അതോ ഇനി വല്ല വേറെ എന്തെങ്കിലും കാര്യമാണോ, അല്ലെങ്കിൽ ഈ ലൈഫിലുണ്ടായ ട്രോമയാണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഇസ് ദ റിസൾട്ട്സ്, റൈറ്റ്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ടോക്സ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. സോ ഐ ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ടുഡേ ആൻഡ് ദാറ്റ്സ് ഹിപ്നോതെറാപ്പി. ആൻഡ് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ആൻഡ് കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് സാൻഡ്ര. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഓക്കെ, സോ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഹിപ്നോതെറാപ്പി? നമ്മൾ എപ്പോഴും ഹിപ്നോതെറാപ്പിനെ പറ്റി പറയുമ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ആദ്യം പോവുക ഒന്ന് സ്നാപ്പ് ചെയ്യുന്നു, ബോധം കെടുന്നു, ആ ഒരു കാര്യമാണ് ആദ്യം പോവുക. പക്ഷേ കോൺട്രറി ടു ദാറ്റ് ബിലീഫ്, ഹിപ്നോതെറാപ്പി ഈസ് എ ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ഫോക്കസ്. നമ്മൾ ഒരു ദിവസത്തിൽ പല തവണ ഹിപ്നോസിസിലേക്ക് ആക്ച്വലി പോകുന്നുണ്ട്. ഒരു മൂവി കുറേ നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ് അല്ലെങ്കിൽ ഫോക്കസ് പലർക്കും പല പോലെയാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആഴത്തിൽ പോവാം. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ഒരു സൂപ്പർഫിഷ്യൽ ലെയറിലാണ് നിൽക്കുള്ളൂ. ചുറ്റിലുള്ള ശബ്ദം എല്ലാവരും കേട്ട് അവർക്ക് അങ്ങനെ ആഴത്തിലൊന്നും പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹിപ്നോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ഫോക്കസ് ആൻഡ് അലേർട്ട്നെസ് ആണ്. How it is different from other therapy styles? അതർ തെറാപ്പി സ്റ്റൈൽസ് എല്ലാം നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവരൊരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലൊരു ക്രിട്ടിക്കൽ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ബൈപ്പാസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. ട്രാൻസ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ചില മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ DJ പാർട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ് മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം അത് കേട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ ഫീൽ ചെയ്യില്ലേ, ഒരു മ്യൂസിക് കേട്ടിട്ട് തന്നെ. ആ ഒരു സ്റ്റേറ്റാണ്. അല്ലാതെ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഈ ബോധം പോവുക അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവുക, ഇറ്റ്സ് നോട്ട് വാട്ട് ഈസ് ഹിപ്നോസിസ് ഇസ് ഓൾ അബൌട്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ തെറാപ്പിക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കും ഇങ്ങനെ അൺകോൺഷ്യസ് ആവുമോ, അല്ലെങ്കിൽ തെറാപ്പി കഴിയുമ്പോൾ ചോദിക്കും എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം ആ ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ലാത്തൊരു കാര്യം നമുക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല തെറാപ്പിയിൽ. പിന്നെ അതല്ലാതെ ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് ആരോമെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ വലിച്ച് ബോധം കെടുന്ന പോലത്തെയൊക്കെ വീഡിയോസ് കുറേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം സ്റ്റേജ് ഹിപ്നോട്ടിസാണ്. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മിനിറ്റ്സിന് വേണ്ടി മാത്രമുള്ള, നമ്മൾ പണ്ട് കൺകെട്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ അല്ലെങ്കിൽ മെൻ്റലിസത്തിൽ ചെയ്യുന്ന ചില ട്രിക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് നമ്മുടെ ട്രോമാസ് ആവാം, നമ്മുടെ ഫിയേഴ്സ് ആവാം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് എത്തിക്കുന്നത്. അത് അൺകോൺഷ്യസ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിടന്നുറങ്ങാം അല്ലെങ്കിൽ ആൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹിപ്നോതെറാപ്പിന്ന് നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഹിപ്നോതെറാപ്പി എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന ഇതാണ് സ്യൂഡോ സയൻസ്. സോ ഈസ് ഇറ്റ്? ഞാൻ സൈക്കോളജി പഠിച്ചിരുന്ന സമയത്ത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നപ്പോൾ തന്നെ നമ്മളവിടെ പഠിപ്പിക്കുന്നതാണെങ്കിലും ഹിപ്നോതെറാപ്പി ഒരു സ്യൂഡോ സയൻസ് ആണെന്നാണ് അന്ന്
പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ട്യൂളാണ് ഹിപ്നോതെറാപ്പി. അത് വൈഡ്ലി യൂസ്ഡ് ആണ്, എല്ലാം ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്. അല്ലാണ്ട് ആളുകളെ ചിന്തിക്കുന്ന പോലെ ഒരു സ്യൂഡോ സയൻസ് മാത്രമല്ല, ഒരു ഹോൾ സെറ്റ് ഓഫ് റിസർച്ച് തന്നെ അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനും ബോഡിയും വെച്ചിട്ട് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഹൗ ഡസ് ഹിപ്നോതെറാപ്പി എഫക്ട് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി? മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം, അതായത് ഇപ്പം സൈക്കോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. അതായത് സ്ട്രെസ്സ് കൂടി വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? സ്ട്രെസ്സ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. സ്ട്രെസ്സ് നമ്മുടെ തലയിലാണ് ഉള്ളത്. അത് കുറേ ബാധിച്ച് കഴിയുമ്പോൾ ആദ്യം നമുക്ക് എന്താ വരാം? ഒന്നെങ്കിൽ തലവേദന വരും, ചില ആൾക്കാർക്ക് ഗട്ടിനെ ബാധിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ വരും, തല കറങ്ങുന്ന പോലെ തോന്നാം, ആങ്സൈറ്റി വരാം. ആങ്സൈറ്റി മീൻസ് പാൽപിറ്റേഷൻ തോന്നാം. അത് ബോഡീനെയാണ് ബാധിക്കുന്നത്. സോ ഇറ്റ്സ് ഇൻ്റർ റിലേറ്റഡ്. ഹിപ്നോതെറാപ്പി എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലെത്തുമ്പോൾ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് 6000 ടൈംസ് പവർഫുൾ ദാൻ യുവർ കോൺഷ്യസ് മൈൻഡ്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ഫിസിക്കൽ ബോഡി പ്രോബ്ലംസ് ആയ IBS ആയിക്കോട്ടെ, സ്കിൻ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരു മാനേജ്മെൻറ്റ്, സംടൈംസ് ക്യൂർ ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും ഹിപ്നോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്ത് കൈൻഡ് ഓഫ് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവർക്കാണ് നോക്കുന്നത്? മെൻ്റൽ ഇഷ്യൂസ് എന്ന് അഡ്രസ്സ് ചെയ്യാവോ? ഞാൻ പറയുകയാണെങ്കിൽ ഹിപ്നോതെറാപ്പി എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ തെറാപ്പിയും എല്ലാവർക്കും ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോയാൽ ട്രെയിനറിൻ്റെ ആവശ്യമില്ല, അവർക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ ചില ആൾക്കാർക്ക് ട്രെയിനർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഒരു ട്രെയിനറിൻ്റെ ഹെൽപ്പോട് കൂടി ചില സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ 6 പാക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ തന്നെ ആ വെയിറ്റ് എടുക്കണം. ട്രെയിനർ വെയിറ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് 6 പാക്ക് വരില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് അതാണ് ഈ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അതല്ല. നമ്മളെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രാൻസിലേക്ക് കൊണ്ടുപോയി നമ്മൾ എഫർമേഷൻസ് കൊടുത്ത് നമ്മളെ ഇമോഷണലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോസിസ് എല്ലാവർക്കും ആവശ്യമുണ്ടോ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിലൊരു എക്സലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഫർമേഷൻസ് കൊടുത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്താം. എൻ്റെ ലൈഫ് അതിനൊരു എക്സാമ്പിളാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഹിപ്നോസിസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ സെൽഫ് ഹിപ്നോസിസ് റെഗുലർലി ചെയ്യുമായിരുന്നു. അതെന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരാനായാലും സക്സസ് കുറേം കൂടി അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യോഗയൊക്കെ പോലെ ഒരു പ്രാക്ടീസ് ആണോ അത്? യോഗ പോലെയുള്ള പ്രാക്ടീസും ആകാം, ക്ലിനിക്കലിയും യൂസ് ചെയ്യാം. ഇതിനൊരു മൈൽഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രോമ പോലെയുള്ള വലിയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടും ഒരു തെറാപ്യൂട്ടിക് ടൂളും കൂടിയാണത്. ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ബേസിക്കലി ഇറ്റ്സ് റിലാക്സേഷൻ. പക്ഷേ ഈ ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിലുള്ള റിലാക്സേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള ചില സമയത്ത് നമുക്ക് കോൺഷ്യസ്ലി ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത പല ഫിയേഴ്സും ആ ഒരു സ്റ്റേറ്റിൽ, കാരണം നമ്മൾ അത്രയും അലേർട്ടാണ് ആ സമയത്ത്, അത് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രൊഫഷണലിന് അത് ഗൈഡ് ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഹിപ്നോതെറാപ്പി നോക്കിയപ്പോൾ അടുത്ത കണ്ടാണ് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ അതർ മോഡ്സ് ഓഫ് തെറാപ്പി. ലൈക്ക് മറ്റത് 20-13 സെഷൻസ് വേണമെങ്കിൽ ഇതൊരു 10-12 സെഷൻസിൽ നമുക്ക് ലൈക്ക് വിൽ ബി ഹീലിംഗ്. ഹൗ ഡസ് ലൈക്ക് എത്ര പെട്ടെന്ന് എന്താ സബ് കോൺഷ്യസ് മൈൻഡിൽ ഹീൽ ചെയ്യുന്നത് കൊണ്ടാണോ? അതുകൊണ്ടാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ നോർമൽ ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റാഷണലാണ്, നമ്മൾ അനലിറ്റിക്കലാണ് കോൺഷ്യസ് മൈൻഡിൽ. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനും ബിലീഫ്സിനെ അഡ്രസ്സ് ചെയ്യാനും ഒരു പ്രൊഫൗണ്ട് ചേഞ്ച് കൊണ്ടുവരാനും സാധിക്കുക. പിന്നെ ഏതൊരു തെറാപ്പി ആയാലും ഐ വുഡ് സേ നമ്മുടെ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ചേഞ്ച് ആവുന്നത് വരെ നമ്മളത് ആ ഒരു ലൂപ്പ് ഓഫ് തെറാപ്പിയിൽ നിൽക്കണം. പലരും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, തെറാപ്പിക്ക് പോയി അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ തന്നെയായി. ആ മാറ്റം വരുന്നത് അതുകൊണ്ടാണ്. ഒരു ടൈമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉള്ള പോലെ മൈൻഡിനും ഒരു ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ട്. അത് മാറും സ്ട്രെസ് എല്ലാം വരുമ്പോൾ. നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ്. അപ്പോൾ ഹിപ്നോ തെറാപ്പി ആയാലും ഏത് തെറാപ്പി ആയാലും ഒരു
ടൈമോളം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മാറ്റാനായിട്ട് സാധിക്കും. അതുവഴി ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഈ സ്ട്രെസ്, ആൻസൈറ്റി ഇത് രണ്ടുമാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ഹിപ്നോതെറാപ്പി ഹെൽപ്പ് ദം? ഫസ്റ്റ് ഓഫ് ഓൾ, ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റിലാക്സിങ് ഇഫ് ദ ക്ലയൻറ്റ് ഇസ് വില്ലിങ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ചില ആൾക്കാർ ഇൻ്റലക്ച്വൽ സജസ്റ്റബിൾ ആയിരിക്കും, അവർക്ക് അധികം വേഗം റിലാക്സ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം അവർ ഭയങ്കര റാഷണൽ ആയിരിക്കും, അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ ഈശോ തെറാപ്പിസ്റ്റ് എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ പോവാണോ എന്നുള്ള ആ അലേർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അത്ര റിലാക്സ് ആവണമെന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് തെറാപ്പിസ്റ്റിനോടുള്ള ട്രസ്റ്റാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് മാത്രം പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസിലേക്ക് നമുക്ക് റിലാക്സ് ചെയ്യാനും നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാനും ആ ഒരു അപ്പം ഫിസിക്കൽ പെയിൻ റിലീഫിന് ഹിപ്നോതെറാപ്പി വിൽ ബി ഹെൽപ്ഫുൾ. യെസ്. IBS പോലത്തെ കണ്ടീഷൻസ്, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ബാത്റൂമിലേക്ക് പോയിട്ട് മാത്രമാണ്, അതായത് ഒരു 4-5 തവണ വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ. IBS പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് വയറുവേദന വരും, എന്തെങ്കിലും ചെറിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും വയറുവേദന ഭയങ്കരമായിട്ട് വരും. അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കാം. അങ്ങനത്തെ കണ്ടീഷൻസിനെ പോലും ഹിപ്നോതെറാപ്പി യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിയർ ആവാം. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അതെന്താണ് അവർ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഓക്കെ. ഒരാളൊരു തെറാപ്പിക്ക് വേണ്ടി വന്നു കഴിഞ്ഞ് ലൈക്ക് ഇഫ് യു സജസ്റ്റ് ദം ലൈക്ക് ഹിപ്നോതെറാപ്പി വേണമെന്ന് പറയുന്നു. അപ്പം ഇഫ് ഹി ഓർ ഷീ ഈസ് ഫിയർഫുൾ, ലൈക്ക് പേടിച്ചിട്ടാണ്, ലൈക്ക് എനിക്ക് വേണ്ട, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ ഒരാളെ കൺവിൻസ് ചെയ്ത് ഹിപ്നോതെറാപ്പി ചെയ്താൽ വിൽ ഇറ്റ് ബി ലൈക്ക് എന്താ പറയുക, റിസൾട്ട് കാണുമോ? അങ്ങനെ കൺവിൻസ് ചെയ്യാറില്ല പൊതുവെ. നമ്മളുടെ ജോലി അല്ല അത്. ഡൗട്ട് വരില്ല, ലൈക്ക് എന്താ പറയുക, ഹിപ്നോതെറാപ്പി നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചറിയുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതായത് ഇനീഷ്യലി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്താണ് ഹിപ്നോതെറാപ്പി എന്നുള്ളതിനെ പറ്റിയിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ് മൈൻഡ്, ക്രിട്ടിക്കൽ ഫിൽറ്റർ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ടും അവർക്ക് ഡൗട്ട്ഫുള്ളാണ്, അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ വി സെൻഡ് ദം ബാക്ക്. അവരോട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വരാൻ പറയും. ബിക്കോസ് അവർക്ക് സ്വയം ഹീലാവണം അല്ലെങ്കിൽ ചേഞ്ച് ആവണം എന്നുള്ളിലില്ല എന്നുണ്ടെങ്കിൽ നോബഡി ഇൻ ദ വേൾഡ് ക്യാൻ ചേഞ്ച് ദം. അതായത് എനിക്ക് മാറ്റം വരണം എന്ന് എനിക്ക് തോന്നലില്ലെങ്കിൽ ആരോമലിൽ എന്നെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറൊരു ഡോക്ടർക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഐ വിൽ റെസിസ്റ്റ് ദാറ്റ്. ഞാൻ തന്നെ ചിലപ്പോൾ അത് സാബോട്ടേജ് ചെയ്യും. അപ്പം അതിലും നല്ലത് ആ വില്ലിങ്നെസ്സോട് വരുന്നവരെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. ADHD, OCD ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ആക്ച്വലി ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ലൈക്ക് ഒരു യങ്ങർ ഏജിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30s 40s ആയിരിക്കും ചിലപ്പം ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ADHD ഇപ്പോഴാണ് അവർ ഡയഗ്നോസ് ചെയ്തതെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ലൈക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഡിസോർഡറിനെ നമുക്ക് ഇതുവഴി ഹീൽ ചെയ്യാൻ പറ്റില്ല. ഹീൽ ചെയ്യുക അല്ലെങ്കിൽ അതായത് ADHD എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതല്ലാതെ നമ്മൾക്ക് OCD എന്ന് പറയുന്നത് അതല്ല. OCD ഈസ് എ മെൻ്റൽ ഇൽനെസ്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിലുള്ള മാറ്റം കൊണ്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ക്യൂറബിൾ അല്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഹിപ്നോതെറാപ്പി ആയാലും ഏത് തെറാപ്പീസ് ആയാലും ഹിപ്നോതെറാപ്പി മാത്രമല്ല യൂസ് ചെയ്യണത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ബിഹേവിയറൽ തെറാപ്പീസ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം ഞാൻ പഠിച്ച ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി തന്നെ ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്. NLPയിലെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അത് വെച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. OCDയുടെ ട്രീറ്റ്മെൻറ്റ് രീതി വേറെ ആയിരിക്കും, ADHD ഉള്ള ആൾക്കാരുടെ രീതികൾ വേറെ ആയിരിക്കും. പക്ഷെ മിക്കപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ADHD ഇപ്പം ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാതെ പോയിട്ടാണെങ്കിലും അത് വന്ന് ചിലപ്പോൾ OCDയിലേക്ക് മാറാം. അത് രണ്ടും ഒരുമിച്ച് വരുന്ന കേസസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഹിപ്നോതെറാപ്പി ഈസ് എഫക്റ്റീവ് ഫോർ മാനേജ്മെൻറ്റ്. ADHD ക്യൂർ ചെയ്യാമെന്നൊന്നും ഒരിക്കലും പറയുന്നത് ശരിയാവില്ല. ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നതിനെ നമ്മളൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ലൈക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഈ
പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യം, കുറേ അങ്ങനത്തെ ഏൻഷ്യൻ കുറേ പ്രാക്ടീസസ് ഉണ്ട്. സോ കുറേയൊക്കെ എനിക്ക് അതുമായിട്ട് സിമിലാരിറ്റീസ് തോന്നി. എത്രത്തോളം അത് സിമിലർ ആണ്? നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് മൂവി, അതിലത്തെ നാഗവല്ലീനെ എടുക്കുക. ഇപ്പം ശോഭന നാഗവല്ലിയുടെ പിക്ചർ നോക്കിയിട്ട് ഇങ്ങനെയെല്ലാം നിന്ന് നാഗവല്ലിയായിട്ട് റെസനേറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഒരു നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം, ഓ ശോഭനയുടെ പാസ്റ്റ് ലൈഫ് ആയിരുന്നു നാഗവല്ലി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. വേറൊരാൾക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ബാധ കയറിയെന്ന് ചിന്തിക്കാം. വേറൊരു കൂട്ടം ആൾക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഓ ഇത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അതിൻ്റെ പുതിയ പേരാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, അതാണെന്ന് ചിന്തിക്കാം. ഇത് കാണുന്ന ആളുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണെങ്കിലും ഇത് ഡീൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ ക്ലയൻറ്റിന് ബെറ്റർ ആവും. ഇതാണോ അതാണോ ഇതാണോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള കണക്ഷന് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റൻഷൻ അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഇൻറ്റൻഷൻ ഉണ്ട് നമ്മുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യണം. ഇതെല്ലാം ഹിപ്നോസിസിൽ നടക്കില്ല എന്ന് ഞാൻ പറയില്ല. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ വഴിയാണെങ്കിലും ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് വഴിയാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു റീച്ച് ഓൾ ദാറ്റ് സ്റ്റേറ്റ്സ്. സോ സ്പിരിച്വാലിറ്റി കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. അത് ഏത് കുറച്ചുകൂടെ ഇവോൾവ് ആണോ നമ്മൾ ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ? ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ ചിലപ്പോൾ ഇവോൾവ് ആയിരിക്കും, അത്രയ്ക്ക് ഇവോൾവ് ആണോ വേറൊരാളെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ്. നമ്മൾ പേഴ്സണലി എത്രത്തോളം വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹിപ്നോതെറാപ്പി നമുക്ക് ഏതെങ്കിലും റിലീജിയസ് കൾച്ചർ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല, ഓക്കെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം നമ്മുടെ ഈ വാരണാസി ആ സൈഡിലേക്കുള്ള ഋഷിമാരുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ പല രീതിയിലുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രാക്ടീസസ് ആണെങ്കിലും ഇതുപോലെ കംപ്ലീറ്റ്ലി ഒരു വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ജമ്പിൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ലൈക്ക് അവരങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനിലെല്ലാം അവർ അതിനകത്ത് പറയുന്നുണ്ട്. ലൈക്ക് പലതിലും പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, സബ് കോൺഷ്യസ് മൈൻഡിലാണ് ദേ റിലൈ ഓൺ ലൈക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. സോ ഈസ് ദാറ്റ് ഹിപ്നോതെറാപ്പി? ട്രാൻസ് മൂവി കണ്ടിട്ടുണ്ടോ? ആ മൂവിയിൽ ട്രാൻസ് എന്ന് പറയാനുള്ള കാരണം എന്താ, കുറേ പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ധ്യാനത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ സെറ്റിങ്ങിൽ ആ മ്യൂസിക് എല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി, ശരിക്കും മെസ്സേജ് യൂണിറ്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കുറേ മെസ്സേജ് യൂണിറ്റ്സ് വന്നാൽ തന്നെ നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ്സിലേക്ക് എത്തും, നമ്മൾ ആ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. സോ വാരണാസിയിലായാലും എവിടെ ആയാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തും. നമ്മുടെ മൈൻഡ് എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ചേഞ്ചസ് വരുത്താനും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ബോഡി ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെ ബാധിക്കാനും എല്ലാം സാധ്യതയുണ്ട്. മെൻ്റൽ കണ്ടീഷൻസ് ആണല്ലോ മെയിൻലി ഹിപ്നോതെറാപ്പി വഴി ഇപ്പം സാൻഡ്ര ഹീൽ ചെയ്യുന്നത്. ഏത് മെൻ്റൽ കണ്ടീഷൻസ് ആണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹിപ്നോതെറാപ്പി വഴി ഹീൽ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഹീലിംഗ് അല്ല ചെയ്യുന്നത്, ഓക്കെ. അവർക്ക് നമ്മൾ തെറാപ്പി ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഐ എം നോട്ട് എ ഹീലർ. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എം എ തെറാപ്പിസ്റ്റ്, ഐ ക്യാൻ ഫെസിലിറ്റേറ്റ് തെറാപ്പി. ഓക്കെ. അവരാണ് അവരെ തന്നെ ഹീൽ ചെയ്യുന്നത്. ബിക്കോസ് എത്രത്തോളം അവര് അതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനറിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റൂ, വെയിറ്റ് അവർ തന്നെ എടുക്കണം. അപ്പം ഈവൻ ആ സ്റ്റേറ്റിലാണെങ്കിൽ പോലും അവരുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതായാലും, അല്ലെങ്കിൽ അവരുടെ ട്രോമാസ് അഡ്രസ്സ് ചെയ്യുന്നതായാലും, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് പോകണം, എത്ര സ്ലോ ആയിട്ട് പോകണം, ആ പേസ് എല്ലാം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കംഫേർട്ട് അനുസരിച്ചാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. ഈ ഹിപ്നോതെറാപ്പി മെയിൻലി ബാഡ് ഹാബിറ്റ്സിനെയൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക നിർത്താൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വായിച്ചു. അപ്പം ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഓവർ ഈറ്റിംഗ്, ഹൗ ഡസ് ദാറ്റ് വർക്ക്? എപ്പോഴും അഡിക്ഷൻസ് വരുന്നത് നമ്മുടെ ഉള്ളിലത്തെ ഒരു വോയിഡിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എംപ്റ്റിനെസ് നിന്നാണ് മിക്ക അഡിക്ഷൻസും വരുന്നത്. ഫോർ എക്സാമ്പിൾ സ്മോക്ക് ചെയ്യുന്ന ഒരു സ്മോക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ആദ്യം ഒന്ന് സ്മോക്ക് ചെയ്യാം, 2 പുക വിട്ടിട്ട് വരാം, അല്ലെങ്കിൽ 2 അടിക്കാം. ഇതാണ് സ്ട്രെസ്സ് വരുമ്പോൾ. സന്തോഷം വന്നാലും സ്ട്രെസ്സ് വന്നാലും അവരുടെ അസോസിയേഷൻ അതാണ്. അപ്പം നമ്മൾ സബ് കോൺഷ്യസ് ഡോപ്പമൈൻ ഒബ്വിയസ്ലി അത് റിലീസ് ചെയ്യുന്നുണ്ടാവും. അതിനേക്കാൾ ഉപരി അസോസിയേഷൻസ് ആണ്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഈസ് അസോസിയേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ
ഇത് പോസിറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ സ്മോക്കിംഗ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പക്ഷെ അത് ചെയ്യുമ്പോൾ അവർക്കൊരു റിലീഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിറ്റീവ് ഫോർ ദാറ്റ് പേഴ്സൺ. സോ ആ അസോസിയേഷൻ അവിടെ എടുക്കുന്നിടത്തോളം കാലം അവർക്ക് എന്ത് സ്ട്രെസ്സ് വന്നാലും ഇത് ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ അസോസിയേഷൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബാഡ് ഹാബിറ്റ്സിന് പറഞ്ഞു കുറച്ചുകൂടെ വലിയ ഇഷ്യൂസ് ഉള്ള ലൈക്ക് ട്രോമ, PTSD അങ്ങനത്തെ ഉള്ളവർ ഹൗ ക്യാൻ ഹിപ്നോതെറാപ്പി ഹെൽപ്പ് ദം? അവിടെ പോയി ട്രോമ മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, പിന്നെ മായ്ച്ച് കളയല്ല, ട്രോമയല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ട്രോമേനെ എങ്ങനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അതെങ്ങനെ കടന്ന് നമ്മൾ വരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേസൊക്കെ നമുക്ക് നിശ്ചയിക്കാം, എത്ര ഫാസ്റ്റായിട്ട് ചെയ്യണം, എത്ര സ്ലോ ആയിട്ട് ചെയ്യണം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കംഫേർട്ട് അനുസരിച്ച് അത് ഡീസെൻസിറ്റൈസ് ചെയ്യാനാണെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകാനാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന തെറാപ്യൂട്ടിക് ടെക്നിക്ക്. അത് ബാക്കിയുള്ള തെറാപ്പി മൊഡാലിറ്റീസായിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് PTSD പോലെയുള്ള കാര്യങ്ങളിൽ ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഇമേജിനെ വിഷ്വലൈസേഷൻ വഴി ഡിസ്റ്റൻസ് ചെയ്ത് സേഫ്ലി ലുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഡീസെൻസിറ്റൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ ഒരു ആ ട്രോമ ചിന്തിക്കുമ്പോൾ മിക്ക ആളുകൾക്ക് എന്താ പറ്റുക, അവർ ഷിവർ ചെയ്യും, പാനിക്ക് വരും. ആ സിംറ്റംസിനെ റിഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. ഫിസിക്കൽ ചാർജസ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. കോൺഫിഡൻസ് ഒക്കെ നമുക്ക് പുട്ടുപോലെ കൂട്ടാം. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സെൽഫ് ഹിപ്നോസിസ് എന്ന്, ഇത് പിന്നെ ഗൈഡഡ് ഹിപ്നോസിസ് ഉണ്ട്, ലൈക്ക് വിച്ച് ഈസ് മോർ എഫക്റ്റീവ്? ആ വ്യക്തിയുടെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ സെൽഫ് ഹിപ്നോസിസ് ഡിപ്രഷനിലുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേഴ്സ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ളത് നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്യാനാണ് പറയുക. പക്ഷേ ഇപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റുകളാണെങ്കിൽ അവർക്കറിയാം എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഹിപ്നോസിസിൻ്റെ ഒരു ബേസിക് കോഴ്സ് എടുത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ഹിപ്നോസിസിൽ പോകുമ്പോൾ എഫർമേഷൻസ് യൂസ് ചെയ്യാനും റിലാക്സേഷൻ യൂസ് ചെയ്യാനും പറ്റും. അതല്ല ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല, ജസ്റ്റ് എഫർമേഷൻസ് യൂസ് ചെയ്യണത് നമ്മുടെ കോൺഫിഡൻസ് കൂടാനാണെങ്കിൽ ഏതൊരാൾക്കും യൂസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് റിലാക്സേഷൻ വഴി ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രാൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. എനിക്കത് എത്രത്തോളം മിത്താണോ എന്നറിയത്തില്ല, ഗെറ്റ് സ്റ്റക്ക് ഓവർ ദെയർ എന്നുള്ള രീതിയിലൊരിത് കണ്ടു. ശരിക്ക് സബ് കോൺഷ്യസ് നമ്മൾ സ്റ്റക്കായി പോകും? എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഓക്കെ. പക്ഷേ ഞാൻ അത് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. അതെങ്ങനെ സംഭവിക്കുക? ഐ ഡോണ്ട് നോ. ഞാനത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല, ഞാനത് എവിടെയും വായിച്ചിട്ടുമില്ല. പക്ഷെ അവിടെ ആരെങ്കിലും സ്റ്റക്കായി എന്ന് അവർ പറയുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനും ഞാൻ റെഡിയല്ല. ഇറ്റ്സ് ദെയർ എക്സ്പീരിയൻസ്. ഓക്കെ. ഈ ഹിപ്നോതെറാപ്പി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി റീഡ് ചെയ്യുന്നതാണല്ലോ, ലൈക്ക് അവരുടെ ട്രോമ ആണെങ്കിലും? റീഡിങ് അല്ല, അവരെ തന്നെ ഗൈഡ് ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. തെറാപ്പി എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന തെറാപ്പി ഹിപ്നോസിസിൽ ചെയ്യണമെന്നുള്ളൂ. ദാറ്റ് ഈസ് ഹിപ്നോതെറാപ്പി. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് ഇൻ ദ സെൻസിലേക്ക് ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ആൾ ഇഫ് ഈസ് റെഡി ലൈക്ക് ഹിപ്നോസിസ് ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സം കൈൻഡ് ഓഫ് ഒരു എന്തെങ്കിലും എന്താ പറയുക പുള്ളീനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ആരോമലിനെ ഞാൻ ഹിപ്നോസിസിലേക്ക് എടുത്തു എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ. ഹിപ്നോസിസിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള സജഷൻസ് പറയാണ്. ഇനി ആരോമലിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ട നോക്ക് പോലും ഇല്ല, അവളെ കണ്ട 2 അടി അടിക്കും എന്നൊക്കെ ഞാൻ സജഷൻസ് തന്നു കഴിഞ്ഞാൽ ആരോമൽ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? അല്ല, ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത്. വാട്ട് ഡു യു തിങ്ക്? അത്രേ ഉള്ളൂ. ഓക്കെ. അത് റിജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ട് കോഗ്നിറ്റീവ്ലി. ഇപ്പോൾ ഒരാൾ അങ്ങനെ ഒരു സജഷൻ തരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ അവിടെ നിന്ന് ചാടി കയറിയ ആളോട് തന്നെ ചോദിക്കും, ഡൂഡ് എന്ത് സജഷനാണ് നിങ്ങൾ തരുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അല്ലാണ്ട് നമ്മൾ അവിടെ തന്നെ സറണ്ടർ ചെയ്തിരുന്ന് ഇത് മൊത്തം കേട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നമ്മൾ ഇരിക്കുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ അവിടെ എവിടെയും കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇറ്റ്സ് നോട്ട് എ പ്രൂവൻ ഐഡിയ. പാസ്റ്റ് ലൈഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഹിപ്നോസിസിൽ പാസ്റ്റ് ലൈഫിലേക്ക് ആളുകൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ക്ലയൻസ് പോയിട്ടുണ്ട്. പക്ഷേ അത് പാസ്റ്റ് ലൈഫിലേക്ക് പോകാന്ന് പറഞ്ഞാൽ
പാസ്റ്റ് ലൈഫിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ദേ ഗോ ടു ദാറ്റ് അതായത് ഇപ്പം ഇൻഫർമേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഇപ്പം നാഗവല്ലിയുടെ പുനർജന്മമാണ് ശോഭനെങ്കിൽ ശോഭന കംപ്ലീറ്റ്ലി നാഗവല്ലിയാവോ? ഇല്ല, അവർക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ. Or they will be able to visualize it, അല്ലെങ്കിൽ they will be able to intuitively pick up those words. For example, ഇപ്പോൾ ശോഭനയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ശോഭന പാസ്റ്റ് ലൈഫാണെന്ന് ചിന്തിച്ചാൽ അത് പാസ്റ്റ് ലൈഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെമ്മറിയാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പണ്ട് കണ്ട അനിയത്തിപ്രാവ് സിനിമയുടെ കഥയാണ് എൻ്റെ മൈൻഡിൽ ഓടുന്നത്. അപ്പോൾ ആ കഥ ഞാൻ പറയണ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു അനിയത്തിയായിരുന്നു, എനിക്ക് കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യം പ്രോസസ്സ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് പാസ്റ്റ് ലൈഫാണോ വേറെ എന്തെങ്കിലും ആണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൻ്റെ. ആൻഡ് ദ തിങ് ഈസ്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന തിരിച്ചറിയാത്ത പല ഫിയേഴ്സും ആകാം സിംബോളിക്കലി വരുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ പാസ്റ്റ് ലൈഫിൻ്റെ ഇൻഫർമേഷൻ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആ ജീവിതം ജീവിച്ചിട്ടുണ്ടാവണം എന്ന് പോലും ഇല്ല. ചിലപ്പോൾ ഉണ്ടാവാം, ഹൂ നോസ്. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. മൈൻഡ് എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ആർക്കാ പറ്റുക? നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണോ മൈൻഡ്? അല്ല. അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആത്മാക്കൾക്ക് ബലിയിടുക, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജിന്ന്, ഇതൊക്കെ ആരെങ്കിലും പ്രൂവ് ചെയ്ത കാര്യങ്ങളാണോ? പക്ഷെ പണ്ട് തൊട്ടേ ബുക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നില്ല ഇതെല്ലാം. സോ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോൾ ഈ കേട്ട് വന്ന വിശ്വാസങ്ങളും ആവാം ഈ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പല ഫിയറും നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും ഒരു സിംബൽ പോലെ സിംബോളിക്കലായിട്ട് കാണിക്കുന്നതാവാം. നമ്മളെപ്പോഴും തെറാപ്പിസ്റ്റ് ഇപ്പോൾ ഒരു കമാൻഡ് മനസ്സിലുണ്ടാക്കിയെടുത്തൊരു സിനിമ അതും ആകാം. അത് മാത്രമാണെന്നല്ല ഞാൻ പറയണേ, അതും ആകാം. എല്ലാത്തിനും പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, പല ഡൈമെൻഷൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ യെസ് ഓർ നോ അല്ല ഇതിൻ്റെ ഒന്നും ആൻസേഴ്സ്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ആൻസിസ്ട്രൽ മെമ്മറി ആവാം. ഫോർ എക്സാമ്പിൾ, ഈ റീസെൻ്റ്ലി ഒരു റിസർച്ച് നടന്നത് ഭയങ്കര ഫേമസ് ആയിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവണം. ചെറി ബ്ലോസം എക്സ്പെരിമെൻ്റ്. അതായത് ചെറി ബ്ലോസം ഫ്ലവേഴ്സ് മൈസിന് സ്മെല്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഷോക്ക് പോലത്തെ കണ്ടീഷനിങ് ചെയ്തു കഴിഞ്ഞപ്പം മൈസിന് ആ ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, പിന്നീട് ഈ സ്മെല്ല് വരുമ്പോൾ തന്നെ ഷോക്ക് കൊടുക്കാതെ തന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിലല്ല ട്വിസ്റ്റ്. ആ മൈസിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ ഈ സ്മെല്ല് കൊടുക്കുമ്പോൾ തന്നെ ആ മൈസിനും സീഷേഴ്സ് പോലെയുള്ള ആക്ടിവിറ്റി ബ്രെയിനിൽ നമ്മൾ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തേർഡ് ജനറേഷനിൽ, ഇതിപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം എടുത്ത തേർഡ് ജനറേഷനിൽ നമ്മൾ പറയാണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ മുമ്പ് ജനറ്റിക്കലി ഇതെല്ലാം സ്റ്റഡീഡാണ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വിശ്വസിക്കും എന്ന് പറയുന്ന പോലെയാണ്. ചിലപ്പോൾ ഈ തേർഡ് ജനറേഷനിലുള്ള ഒരാളെ ട്രാൻസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ മെമ്മറീസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. കാരണം നമ്മുടെ സെൽസിലൂടെ ഉള്ള DNA, RNA ഇൻഫർമേഷൻസ് വഴി ഇതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാം. സോ യെസ് ഓർ നോ ആൻസറിനേക്കാളും ഉപരി ഇതിന് കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയാം. ഈ ഹിപ്നോതെറാപ്പി പറ്റി നിൽക്കുന്ന ഏറ്റവും രസകരമായ മിത്ത് എന്താണ്? അപ്പോൾ എനിക്ക് വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കോളിനെ പറ്റി ഞാൻ പറയാം. അതായത് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് ഹിപ്നോസിസിലേക്ക് അങ്ങനെ എടുത്തിട്ട് അവരുടെ മനസ്സിലുള്ള രഹസ്യ കാര്യങ്ങളൊന്ന് ചോർത്തിയെടുത്ത് തരാമോ, പുള്ളി എന്നെ ചീറ്റ് ചെയ്തോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വി ക്യാൻ നെവർ ഡു ദാറ്റ്. വേറൊരു വട്ടം എനിക്കൊരു കോൾ, ഇൻട്രസ്റ്റിംഗ് കോൾ എന്ന് ഞാൻ പറയാൻ കാരണം, എന്നെ ഒരു വട്ടം കോൾ ചെയ്ത് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ട്രാൻസിലെങ്കിലും ആ കുട്ടിയായിട്ടൊന്ന് സെക്സിൽ ഏർപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കതിന് സാധിക്കുമെന്ന് ചോദിച്ചിട്ട്. എത്തിക്കലി നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ബട്ട് ഈ വക മിത്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനെ നമുക്ക് ട്രാൻസിക്ക് എടുത്തിട്ട് അവരുടെ മനസ്സിലുള്ള സാധനം ചോർത്തിയെടുക്കാം, ഇന്ന ആളെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അവരെ കൊണ്ട് എന്തും ചെയ്യിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്? ഞാൻ ഇവിടേക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് വന്നിരിക്കുമോ? ഒരു രീതിയിലും അപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല പേഴ്സൺ. ക്ലയൻറ്റിനെ തന്നെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ലൈക്ക് കൺഫാബുലേഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് അവർ ഹിപ്നോസിസിലേക്ക് പോകുന്ന, അതായത് എത്രത്തോളം കോഗ്നിറ്റീവ്ലി അവരവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് കാര്യം. അവർ ഒരു 30% കോഗ്നിഷൻ ഉണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും ഹിപ്നോതെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൈക്കോസിസ് ഉള്ള ക്ലയൻസിന് നമ്മൾ ഹിപ്നോസിസ് ചെയ്യില്ല. കാരണം ഓൾറെഡി അവർക്ക് ഹാലൂസിനേഷൻസും പല സമയത്ത് ഡിലൂഷൻസും ഉണ്ടാവും. അപ്പോൾ ഹിപ്നോസിസിൽ പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്ന സിംബോളിക്കായിട്ടും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ അത് അവരുടെ റിയാലിറ്റിയാണ്, ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണെന്ന് വിചാരിക്കാം.
അങ്ങനത്തെ മാനിപ്പുലേഷൻസ് ക്ലയൻസിന് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവാം. എനിക്ക് തോന്നണില്ല തെറാപ്പിസ്റ്റുകൾ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന്. ഞാൻ ചെയ്യാറില്ല. എനിക്ക് മൊത്തത്തിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു ന്യൂറോ സയൻസിൻ്റെയും സൈക്കോളജിയുടെയും കുറച്ചുകൂടെ ഒരു ഇവോൾഡ് വേർഷൻ അല്ലേ ഹിപ്നോതെറാപ്പി? അപ്പോൾ അതെ, ഇപ്പോൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടൂളാണ്. പിന്നെ ഇപ്പോഴാണ് കുറേം കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്ലെക്റ്റിക് അപ്രോച്ചിലേക്ക് ഹിപ്നോതെറാപ്പി വളരുന്നത്. ഇത് വളരുന്നതനുസരിച്ച് അതിൻ്റെ റിസർച്ചിലായാലും പ്രോഗ്രസ് ഉണ്ട്. പണ്ട് കാലത്ത് എല്ലാവരും ചിന്തിച്ചിരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്പ് ചെയ്യുന്നു, ബോധം കെടുന്നു, അതിൽ നിന്ന് ഇന്നെ എത്രത്തോളം മാറി. ഒരുപാട് റിസർച്ചിൻ്റെ ബാക്കപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് തന്നെയാണ് ഹിപ്നോതെറാപ്പി. ഈ ഹിപ്നോതെറാപ്പി നമ്മൾ പെർസീവ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഗ്ലോബലി പെർസീവ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്ലോബലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡാണ്. എവിടെ നിന്നാണ് നമ്മളിത് പഠിച്ചത്, ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ആ തെറാപ്പിസ്റ്റിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാസ്റ്റ് ലൈഫിനെ പറ്റി ഭയങ്കര ഒരു പല ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൊരു ആൻസർ അല്ലേ തന്നത്. പാസ്റ്റ് ലൈഫിനെ പാസ്റ്റ് ലൈഫായിട്ട് കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എനർജീസിനെ എനർജീസ് ആയിട്ടും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫാണ് ഓക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് മിനി മാസ്റ്റേഴ്സ് മിനി ലൈഫ്സ് എല്ലാം വായിച്ചിട്ടില്ലേ? അതിൽ പാസ്റ്റ് ലൈഫ്സ് ഹീൽ ചെയ്യുമ്പോഴാണ് ക്ലയൻറ്റ് ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം അതിനെ ആ ഡിഫിനിഷനിൽ കാണുന്നവരും ഉണ്ട്. ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു EMDT എന്തോ ഓക്കെ അങ്ങനത്തെ ഒന്ന് രണ്ട് തെറാപ്പി ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിങ്, EMDR യാ. അപ്പോൾ അങ്ങനെയുള്ള ഈ തെറാപ്പിക് പ്രാക്ടീസസിൻ്റെ കൂടെ ഹിപ്നോതെറാപ്പിയും കൂടെ ചെയ്യാറുണ്ടോ? യെസ്, കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേം കൂടി എഫക്റ്റീവ്നെസ് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിപ്നോതെറാപ്പി സബ് കോൺഷ്യസ്ലി ആണ് വർക്ക് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ കൂടെ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സും അഡ്രസ്സ് ചെയ്യണം. സബ് കോൺഷ്യസ്ലി മാത്രം അഡ്രസ്സ് ചെയ്യാതെ എപ്പോഴും സബ് കോൺഷ്യസ്ലി അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇറ്റ് എഫക്ട്സ് അവർ കോൺഷ്യസ് മൈൻഡ് ബിക്കോസ് ഇറ്റ്സ് സ്ട്രോങ്കർ, 6000 ടൈംസ് മോർ പവർഫുൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോൺഷ്യസ് തോട്ട്സും ബിലീവ്സും അങ്ങനത്തെ കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവാണ്. ഈ അടുത്തുണ്ടായ ഈ ഹിപ്നോതെറാപ്പി ഇപ്പോൾ ഭയങ്കരമായിട്ട് റിസർച്ചസ് ഒരുപാട് നടക്കുന്നു പറഞ്ഞു. ഈ അടുത്തുണ്ടായ ഏതെങ്കിലും റിസർച്ച് ഭയങ്കരമായിട്ട് കേട്ടിട്ട് ഞെട്ടിപ്പോയൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഹിപ്നോതെറാപ്പിയിൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിൽ ഈ പറഞ്ഞതൊന്നും കേട്ട് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ലൈക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് നിർത്താൻ പറ്റുമെന്ന്, ഇതൊക്കെ ലൈക്ക് മേ ബി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തുണ്ടാവാം. പക്ഷേ അതുകൊണ്ടാണ് ചോദിച്ചത്. പാസ്റ്റ് ലൈഫ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു റിസർച്ച് നടത്തിയിട്ട് എത്രത്തോളം അതിൽ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അധികം അറിയില്ല. പക്ഷേ റിസർച്ചസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ ട്രോമയിൽ നിന്ന് റിലീഫ് ഉണ്ടാവുക. കാരണം സിംബോളിക്കലി ആണെങ്കിൽ പോലും സബ് കോൺഷ്യസ്ലി അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾ കമ്മിങ് ഡൗൺ ടു ഹൗ ദ ക്ലയൻറ്റ് ഇസ് പ്രോസസ്സിങ് ദിസ് ഇൻഫർമേഷൻ. അപ്പോൾ അത് നടക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ലൈഫിലുള്ള ഈ അൺപ്രോസസ്ഡ് ഇമോഷൻസിലുള്ള ഒരു മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, അത് അവരുടെ ഡേ ടു ഡേ ലൈഫിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു മെൻ്റൽ ഇഷ്യൂ ആയിട്ട് വന്ന അല്ലെങ്കിൽ ഒരു ഡിസോർഡേഴ്സ് ആണോ ഹെൽത്ത് ഇഷ്യൂസ് ആണോ അങ്ങനെ മെൻ്റൽ ഇൽനെസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഹൗ ഡു യു ടെൽ ദം ലൈക്ക് ഹിപ്നോതെറാപ്പി വേണമെന്ന് പറയാറുണ്ടോ? എൻ്റെ അടുത്തേക്ക് വരുന്ന മിക്ക ക്ലയൻസും ക്ലിനിക്കൽ കേസസ് ആയിട്ടാണ് വരുന്നത്. അതല്ലാതെ ഇപ്പോൾ ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസ് എല്ലാം ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ കൗൺസിലിങ്ങിന് വരുന്ന ക്ലയൻസ് ആയാലും ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി മൊഡാലിറ്റിയാണ്. അതുവഴി നമുക്ക് ഏതൊരു രീതിയിലുള്ള ചെറിയ പ്രശ്നത്തിനാണെങ്കിലും വലിയ പ്രശ്നത്തിനാണെങ്കിലും എഫക്റ്റീവ്ലി നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. ഇപ്പോൾ ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസിസ് പോലത്തെ കേസസ് ആണെങ്കിൽ ഐ എം എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഐ ഡോണ്ട് ഡീൽ വിത്ത് സച്ച് കേസസ്. ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ അത് റെഫറൽ കൊടുത്തു വിടാറാണ് പതിവ്. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യണമെങ്കിലും നമുക്കൊരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് കോഗ്നിഷൻ വേണം. എങ്കിൽ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഇന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഹിപ്നോതെറാപ്പി ആണ്. വേറൊരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ആണുള്ളെങ്കിൽ ഇതല്ല. ഐ വുഡ് സേ ആങ്സൈറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര കോമൺലി കാണുന്ന ഒരു കാര്യമാണല്ലോ. ആങ്സൈറ്റി ഉള്ള ക്ലയൻസിനെല്ലാം ഹിപ്നോതെറാപ്പി ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹിപ്നോതെറാപ്പി ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച്ഡ് ആണ്, സ്റ്റഡീഡ് ആണ്. IBSനായാലും പല പെയിൻ ഡിസോർഡേഴ്സിനായാലും സ്മോക്കിങ്ങിനായാലും
പല മെൻ്റൽ ഇൽനെസ്സുകൾക്കായാലും ഡീസെൻസിറ്റൈസ് ചെയ്യാനായാലും ആങ്കറിങ് ചെയ്യാനായാലും എല്ലാത്തിനും ഹിപ്നോതെറാപ്പി യൂസ്ഫുൾ ആണ്. ഈ വർക്ക് ലൈഫ് സ്ട്രെസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വന്നപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായല്ലോ ഈ വയില്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ആൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതർ റിസൈൻ ചെയ്ത് പോകുന്നുള്ളൂ. ഞാനിത് അപ്പോഴത്തെ ആൻസൈറ്റിയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ സഹിക്കുക. ലൈക്ക് മാനേജ്മെൻറ്റ് എന്തായാലും നമ്മൾ അയ്യോ പാവം മോനെ ഇത്ര പണിയെടുത്താൽ മതി എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല. അപ്പം കുറച്ചുകൂടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഹി ഓർ ഷീ ക്യാൻ വർക്ക്. സോ അതിൽ ആക്ച്വലി എന്തെങ്കിലും ഈ രീതിയിൽ ഹിപ്നോതെറാപ്പി വഴി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് നടന്ന കേസിൽ ഐ ഡോണ്ട് തിങ്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആ കുട്ടിക്ക് വേണ്ടതെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഷി വാസ് വർക്കിംഗ് ടു മച്ച്. ഷി വാസ് സ്കിപ്പിംഗ് ഹെർ ഫുഡ്, സ്ലീപ്പ്, സോഷ്യൽ ലൈഫ്. ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് ഫങ്ഷണൽ ആയിട്ടിരിക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. അവിടെ ആവശ്യമുണ്ടായിരുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള സ്ട്രെങ്ത്താണ്. ആ എംപവർമെൻറ്റ് ഹിപ്നോതെറാപ്പി യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ല അവിടെ ആവശ്യം, ഒരു ജോലിയല്ല. നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് പറയും, ചുമരുണ്ടെങ്കിലാണ് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. ആദ്യം ആ ചുമരിനെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, എവിടെയാണ് നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും, നോ പറയാൻ ബുദ്ധിമുട്ടിയ പല സാഹചര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകാം, അസോസിയേഷൻസ് ഉണ്ടാവാം, വീട്ടിൽ നിന്ന് ചെറുപ്പം തൊട്ട് പഠിച്ച് വളർന്നിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവാം. അതിനെ ചേഞ്ച് ചെയ്യാനും കുറേയും കൂടി അത് എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാനും പറ്റും. ഒരു ജോലി പോയാൽ പോട്ടെ എന്ന് വിചാരിക്കണം, ലൈഫിൻ്റെ അത്ര വലുതല്ലല്ലോ. ഒരു ഏജ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ എന്ത് ഏജ് കാറ്റഗറിയിലുള്ളവരായിരിക്കും കൂടുതലും എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു 15 വയസ്സുള്ളൊരു പയ്യന് ഈ ലെറ്റ് ഹിം ബി ഹാവിങ് എനി ട്രോമ, ലൈക്ക് പുള്ളിയുടെ ഫാദർ മരിച്ചു അങ്ങനെയൊക്കെ ഒരു ഡിമൈസോ എന്തെങ്കിലും ഉള്ള ഒരു ട്രോമാറ്റിക് ഒരു എക്സ്പീരിയൻസും സംഭവിച്ചൊരു കുട്ടി, ലൈക്ക് കുട്ടീന്ന് തന്നെ വിളിക്കുക, ഒരു 15 വയസ്സുള്ള കുട്ടി, ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ക്യാൻ ഹി ഗോ ത്രൂ ഹിപ്നോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്? യെസ്, ദേ ക്യാൻ. ആൻഡ് കുട്ടികളിൽ ഇത് കൂടുതൽ എഫക്റ്റീവാണ് മുതിർന്നവരെക്കാളും. കാരണം നമ്മൾ വളരും തോറും നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ തോട്ട്സ് കുറേയും കൂടി റിജിഡ് ആവും. കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരാൾ പറയാം ഇതുകൂടെ കല്ലിട്ട ഇതുകൂടെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കല്ലിട്ട് നോക്കും, ഭയങ്കര ചെറുതാണെങ്കിൽ അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മണ്ണിരാനെ പിടിച്ച് വായിലിടും. പക്ഷേ ഇപ്പോൾ മണ്ണിരാനെ പിടിച്ച് വായിലിടാൻ പറഞ്ഞാൽ നമ്മൾ ഇടില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആ സമയത്ത് അവർ ക്ലേ പോലെയാണ്, നമുക്കവരെ മോൾഡ് ചെയ്തെടുക്കാം. ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ റെസിസ്റ്റൻസും അവരുടെ ബിലീഫ്സും എല്ലാം പാസ് ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ. കഥയെ കൊണ്ട് വളം വെക്കരുതല്ലേ. അതെ. അപ്പം എന്ത് ഏജ് കാറ്റഗറിയിലുള്ളവർ തൊട്ട് ചെയ്യാൻ പറ്റും ഈ ഹിപ്നോതെറാപ്പി? ഇപ്പം ഞാൻ കൂടുതൽ അഡൾട്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു 12 ഒക്കെ തൊട്ടിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് മുമ്പാണെങ്കിലും എഫർമേഷൻസും സജഷൻസും റിലാക്സേഷനും ഒക്കെ കൊടുക്കാം. പക്ഷേ കുട്ടികളിരിക്കണം, എല്ലാ കുട്ടികളും ഇരിക്കില്ലല്ലോ. ഇങ്ങനെയുള്ള കുട്ടികളിലെയും ആക്ച്വലി പാസ്റ്റ് ലൈഫ് പോലുള്ള അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ഉണ്ടാവുമോ? എത്രയോ സ്റ്റഡീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഏതോ ഒരു ശാന്തി എന്നാണ് തോന്നുന്നു, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ഒരു ഇവിടെ ഇന്ത്യയിൽ തന്നെ അത് മഹാത്മാഗാന്ധി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണത്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് റെക്കഗ്നൈസ് ചെയ്യുന്നു, ആ സ്ഥലത്തെ ഇന്ന സ്ത്രീയായിരുന്നു ഞാൻ, എനിക്ക് ഇന്ന ആളെൻ്റെ ഭർത്താവായിരുന്നു എന്ന് ഈ ചൈൽഡ് പറഞ്ഞ് അത് പോയി കണ്ടുപിടിച്ച കേസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ശ്രീബുദ്ധൻ എത്രയോ 1000-ന് മേലെ പാസ്റ്റ് ലൈഫ്സിലേക്ക് പോയിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിലേക്ക് വന്നു എന്നാണ് വേദങ്ങളിൽ പറയണത്. ഈ പാസ്റ്റ് ലൈഫ് ആണ് മെമ്മറി ആണോ ഇമാജിനേഷൻ ആണോ അതോ ലൈക്ക് നമ്മൾ എന്താ പറയുക ഈ ലൈഫിൽ തന്നെ ഉണ്ടായ എനി കൈൻഡ് ഓഫ് ഒരു ഇൻസിഡൻ്റ് ആണോ? ഹൗ ഡു യു ഡിസ്റ്റിങ്വിഷ് ദം? ഐ ഡോണ്ട് ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ദം. അതാണ് അതിൻ്റെ ഏറ്റവും വൈറ്റൽ പാർട്ട്. അതിനി പാസ്റ്റ് ലൈഫാണോ, അല്ലെങ്കിൽ ഞാൻ ഈത്തിപ്രാവ് മൂവിയാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യമാണോ, അല്ലെങ്കിൽ ഈ ലൈഫിലുണ്ടായ ട്രോമയാണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഇസ് ദ റിസൾട്ട്സ്, റൈറ്റ്? ഇത് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, ഇത് ചെയ്യുമ്പോൾ ക്ലൈൻറ്റ് ബെറ്റർ ആവുന്നുണ്ട്. ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അപ്പം നിന്ന് കുഴിയെണ്ണാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ബിലീഫ് സിസ്റ്റങ്ങൾക്ക് ഞാൻ അത് വിട്ടുകൊടുക്കാറാണ് പതിവ്. പാസ്റ്റ് ലൈഫ് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയും ഓക്കെ ഇറ്റ് കുഡ് ബി പാസ്റ്റ് ലൈഫേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഓക്കെ ഇറ്റ് കുഡ് ബി ആൻ ആൻസെസ്ട്രൽ മെമ്മറി ഓർ ഇറ്റ് കുഡ് ബി സംതിങ് നമ്മുടെ ഉള്ളിലുള്ള ഒരു തോട്ടാവാം. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. പാസ്റ്റ് ലൈഫ് തെറാപ്പി എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നതാണ് ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തെറാപ്പിക്ക് വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു സജഷനും കൊടുക്കാതെ തന്നെ വേറെ ഒരു സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഇതുവരെ
നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്കൊക്കെ ഇറങ്ങിയ പോലെ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ആ മെമ്മറിയിൽ പാസ്റ്റ് ലൈഫ് എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി എ മെമ്മറി മൈ മൈൻഡ് ഹാസ് ക്രിയേറ്റഡ്, ഇറ്റ് കുഡ് ബി ആൻ ആൻസെസ്ട്രൽ മെമ്മറി, ഐ ഡോണ്ട് നോ. പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു വിഷ്വൽ കാണാം, നമ്മൾക്ക് മെമ്മറി വരാം. അനിയത്തി പ്രാവും അല്ല, നാഗവല്ലിയും അല്ല, പക്ഷേ വേറെ കുറേ കഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും എൻ്റെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ചെയ്യുമ്പം ഇത് ചില സമയത്ത് ഇപ്പം നമ്മൾ സജഷൻ കൊടുക്കാതെ തന്നെ പാസ്റ്റ് ലൈഫിൽ പോയി ഇറങ്ങുമ്പം അവരുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഫിയർ ആവാം, ഇമോഷൻസ് ആവാം, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റോറിയിലല്ല കാര്യം. അവിടെ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ്സ് സോ അൺറിസോൾവ് വിതിൻ ദം ദാറ്റ്സ് കോസിങ് ദം ഓൾ ദിസ് ട്രോമ, ഓൾ ദിസ് ഇമോഷൻസ്, ഓൾ ദി സ്ട്രഗിൾസ്. അത് നമ്മൾ വർക്ക് ചെയ്ത് മാറ്റണമെന്നേ ഉള്ളൂ. ഒരാൾ ഒരു പാസ്റ്റ് ലൈഫ് തെറാപ്പി ചെയ്യുന്നു ആൻഡ് ലൈക്ക് അത് എങ്ങനെ റിസോൾവ് ചെയ്യുന്നു? അതായത് ഇപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച എൻ്റെ ട്രോമയാണ് എനിക്കുള്ളത്, അതാണെന്ന് വിചാരിക്കുക. അത് കാരണമുള്ള ഡിപ്രഷൻ എനിക്കുള്ളത്. ഐ കെയിം ടു യു ലൈക്ക് പാസ്റ്റ് ലൈഫിൽ പോയപ്പോൾ ഞാൻ വല്ല ശിവാജി ചക്രവർത്തി ആയിരുന്നു വിചാരിക്കുക. ഞാൻ ആ കഥ എവിടെ ഇരുന്ന് കണ്ടതിന് ശേഷം ഈ പ്രശ്നം എങ്ങനെയാണ് റിസോൾവ് ആവുക? ഫസ്റ്റ് ഓഫ് ഓൾ, അച്ഛൻ മരിച്ച ട്രോമയുള്ള ഒരാളെ നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സ്പെസിഫിക് പ്രോട്ടോക്കോൾ തന്നെ നമുക്കുണ്ട്. ഓക്കെ. ചില സാഹചര്യങ്ങളിൽ ക്ലയൻസ് തന്നെ പാസ്റ്റ് ലൈഫിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് എന്ന് നമ്മൾ തെറാപ്പിയിൽ കോൾ ചെയ്യുന്ന ആൻസെസ്ട്രൽ മെമ്മറി ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ആ ഒരു മൊമെൻറ്റിലേക്ക് പോകുമ്പോൾ ക്ലയൻറ്റിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണത്. ആ സമയത്ത് ഇത് ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ എന്താണോ വരുന്നത് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ തെറാപ്പിസ്റ്റ് എൻ്റെ ദൗത്യം. അത് ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതിലെങ്ങനെ മാറ്റം വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അച്ഛൻ മരിച്ച ട്രോമയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട്. പാസ്റ്റ് ലൈഫ് അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ശിവാജി ചക്രവർത്തി ആയിരുന്നു, അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ട്രോമയായിട്ട് അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളത് കണക്ട് ചെയ്യണം, നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ലേഡീസിൻ്റെ മെനോപോസ്, ലൈക്ക് ചൈൽഡ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യുന്നു വായിച്ചു. എത്രത്തോളം അത് പ്രൂവ് ആണ്? അത് പണ്ട് കാലത്ത് തൊട്ടേ ഉണ്ട്. ഈവൻ സർജറികൾ പോലും ഹിപ്നോസിസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഒരു തെറാപ്പി ടൂളാണ്. ആ സ്റ്റേറ്റിനെ പറയുന്നതാണ് ഹിപ്നോസിസ്. അപ്പോൾ ആ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എടുത്ത് പെയിനിനെ ഡീസെൻസിറ്റൈസ് ചെയ്തും, അല്ലെങ്കിൽ ഒരു സർജറി പോലും ചെയ്യുന്ന സ്റ്റേറ്റിൽ വളരെ കാലങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ആയിട്ടുള്ള മൈൻഡിൻ്റെ അസോസിയേഷനിൽ മാറ്റം വരുത്തും. അന്നേരം ആ പെയിനിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ അവർക്ക് ആ പെയിൻ അധികം എക്സ്പീരിയൻസ് ചെയ്യില്ല. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത് ശരിയാണ്, ചെയ്തിട്ടുണ്ട്, ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IBSൽ വയറുവേദന ഉണ്ടാവും. അവിടെ അതെന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ പെയിൻ ആയിട്ടുള്ള അസോസിയേഷൻ, അല്ലെങ്കിൽ മെനോപോസിൽ വരുന്ന ഹോട്ട് ഫ്ലാഷസ്, ഹിപ്നോസിസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം കുറയ്ക്കാൻ സാധിക്കും. മെയിൻലി ഇപ്പോഴത്തെ ഒരു ജെൻസീസിന് എടുക്കുകയാണെങ്കിൽ ഈ സ്കിൻ കെയർ, ഫിസിക്കൽ ബോഡി കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹിപ്നോതെറാപ്പി ഹെൽപ്ഫുൾ ആവുമോ? ജെൻസീസിൽ വരുമ്പോൾ സ്കിൻ കെയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്, വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഹിപ്നോസിസ്. വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ സബ് കോൺഷ്യസ്ലി സ്റ്റോർ ചെയ്യും പലപ്പോഴും ഫാറ്റ്. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് അൺസേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉള്ളിലുണ്ടെങ്കിലൊക്കെ ദർ ഇസ് എ ടെൻഡൻസി ടു സ്റ്റോർ എ ലോട്ട് ഓഫ് ഫാറ്റ് ഇൻ അവർ ബോഡി. അപ്പം അങ്ങനത്തെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പോൾ ഇതാകാം, മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടും ആവാം. ആ കോർ ഇഷ്യൂ എന്താണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അഫർമേഷൻസ് വഴിയും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹിപ്നോസിസ് എടുക്കോ ആളുകളെന്ന് കേരളത്തിൽ എന്തായാലും എടുക്കാറില്ല. കാരണം തെറാപ്പി തന്നെ ഭയങ്കര ടാബു ആയിട്ട് കാണുന്ന സമയത്ത് സ്കിന്നിന് നന്നാവാൻ വേണ്ടി ഹിപ്നോസിസ് ആരും വന്ന് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കിപ്പോഴും മുക്കായി നിൽക്കുന്ന പാസ്റ്റ് ലൈഫിൻ്റെ ഇതാണ്. അതിനകത്ത് ആക്ച്വലി ഇതുവരെയും ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല. ഒരുപാട് റിപ്പോർട്ടഡ് കേസസ് ഉണ്ട്. അതിൻ്റെ പേരിൽ അധികം റിസർച്ച് നടത്തി പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല, നോട്ട് ഷുവർ. അതല്ലാതെ ഒരുപാട് കേസസ്, ഇപ്പോൾ ബ്രയൻ വെയ്സിൻ്റെ ബുക്ക് തന്നെ ഉണ്ടല്ലോ, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുകൾ പലപ്പോഴും പാസ്റ്റ് ലൈഫ്സിലേക്ക് പോയിരിക്കുന്നതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ റെക്കോർഡഡ് കേസസ് ഇഷ്ടം പോലെയുണ്ട്. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു
തെറാപ്പി സ്റ്റൈൽ അത് ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് രീതിയിൽ ഒരുപാട് റിസർച്ചസ് വരുന്നു, ഒരുപാട് അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള പുതിയ ടൂൾസും പുതിയ രീതിയിലുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്നു. ഒരു ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ഹിപ്നോതെറാപ്പി സ്റ്റൈലും ഇപ്പോഴത്തെ ഒരു ഹിപ്നോതെറാപ്പി സ്റ്റൈലും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? ഇല്ല 3-4 ഇയേഴ്സിലൊക്കെ സ്റ്റൈലെല്ലാം സെയിം തന്നെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ധ്യാനത്തിന് പോകുമ്പോഴായാലും കണ്ണുകളടച്ച് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ഒന്ന് സ്വസ്ഥമായി അതിലേക്കൊന്ന് ചിന്തിക്കൂ എന്നൊക്കെ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോഴും നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇറ്റ്സ് നോട്ട് എൻ ഏലിയൻ ഫോം ഓഫ് തെറാപ്പി. നമ്മളെപ്പോഴും പോകുന്ന എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. തെറാപ്പി ആവുമ്പോൾ തെറാപ്പിസ്റ്റ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അത് ഇച്ചിരി നമ്മളിപ്പം ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലല്ലാതെ ചെയ്യുന്ന പോലെയല്ല. ഇറ്റ്സ് എ വെരി കൺട്രോൾഡ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇത് പഠിച്ച് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളാണ്. ക്ലിനിക്കൽ കേസസിലാണ് ആസ് എ സൈക്കോളജിസ്റ്റ് ഞാനത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രം. ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ AI പോലുള്ള AI ചാറ്റ് ബോട്ട്സ് ഉണ്ട്, AI സൈക്കോളജിസ്റ്റ് തന്നെ ഇപ്പം ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ക്യാൻ ദേ ഡു ഹിപ്നോതെറാപ്പി? മേ ബി ഇൻ ഫ്യൂച്ചർ, യാ. റൈറ്റ് നോ ദേ കാൺട്ട്. റൈറ്റ് നോ ഐ ഡോണ്ട് തിങ്ക് ദേ ക്യാൻ. ഓക്കെ. ഹിപ്നോതെറാപ്പിക്ക് അപ്പുറത്തേക്കുന്ന ഒരാളുടെ പ്രസൻസ് വേണോ? അങ്ങനെയാണ് അത് ലൈക്ക് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ? ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ സെഷൻസ് ചെയ്യുന്നു. ഓൺലൈൻ സെഷൻസ് ചെയ്യാം. സോ കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരാളിരുന്നാൽ ഉള്ള പോലെ തന്നെയല്ലേ. സോ ഹിപ്നോസിസിൽ അല്ലെങ്കിൽ ഇതൊരു ഗൈഡഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗൈഡഡ് മെഡിറ്റേഷനൊക്കെ പോലെ തന്നെയാണ്. ഈ മെഡിറ്റേഷനിലെല്ലാം നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ഓൺലൈനിലാണെങ്കിലും നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, നല്ലൊരു പെയർ ഓഫ് ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ഹിപ്നോസിസ് റിയലി വെൽ ആൻഡ് യു ക്യാൻ അച്ചീവ് ദ സെയിം റിസൾട്ട്സ്. ഓക്കെ. സോ ഇൻ ഫ്യൂച്ചർ ദിസ് ക്യാൻ ബി ഡൺ ത്രൂ ലൈക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വഴി ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ സഹായമില്ല, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഒരാൾക്ക് ക്യാൻ ഗെറ്റ് ഹിപ്നോട്ടൈസ് അല്ലേ? അങ്ങനെ ഒരു കാലം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ മേ ബി യാ, പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വാംത്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അതൊന്നും ഒരു AIക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരു കാലം വരാതിരിക്കട്ടെ. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പോഡ്കാസ്റ്റോ റിസോഴ്സ് ബുക്സോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഓഡിയൻസിന് ഒരുപാട് ബുക്സുകളുണ്ട്. ഇപ്പോൾ പോഡ്കാസ്റ്റ് ആണെങ്കിലും തന്നെ ഇപ്പം NLP ടെക്നിക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്. NLP എല്ലാം ഹിപ്നോസിസ് ഒരുപാട് ഞാൻ ചോദിക്കാൻ കാരണം ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ആൾ ഒന്നും വിശ്വസിക്കാൻ പോകില്ല. ഇല്ല. ഈ പറയുന്ന ഒന്നും സംഭവിക്കത്തില്ലെന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു വാല്യുബിൾ ആയിട്ട്. എവറിത്തിങ് ഈസ് ഇൻ യുവർ ഫിംഗർ ടിപ്പ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണ് എനിക്ക് കുറച്ച് ഹിപ്നോസിസിൻ്റെ ബുക്സ് വേണം എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു ഹിപ്നോതെറാപ്പി ആദ്യം സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഈ ഹിപ്നോതെറാപ്പി സ്യൂഡോ സയൻസ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് ലൈക്ക് ഇതിനെ ബാക്ക് ചെയ്യാനുള്ള ബുക്സ് സജസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോ? സ്യൂഡോ സയൻസ് അല്ല എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടൂളാണത്. അപ്പോൾ ഹിപ്നോസിസ് സ്യൂഡോ സയൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗൂഗിൾ ചെയ്യുമ്പം ഒരുപാട് ബുക്സ്, പോഡ്കാസ്റ്റ്, സ്യൂഡോ സയൻസ് ആണെന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളെ മാറ്റണം എന്നുള്ളത് എൻ്റെ ഗോളല്ല. ലെറ്റ് ദം ബി ഇൻ ദെയർ ബിലീഫ്. വിശ്വസിച്ച് വരുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ പ്രസംഗിച്ച് ഹിപ്നോസിസ് എല്ലാവരും ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു റിലീജിയനാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇഫ് യു നീഡ് ഹെൽപ്പ്, ഇഫ് യു ആർ കമ്മിങ് ടു മീ, ഐ എം നോട്ട് ഗോയിങ് ടു എനി വൺ സേയിങ് എനിക്ക് ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്, ഐ ക്യാൻ ഹീൽ യു. ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ അവരുടെ ആവശ്യം അവർ പറഞ്ഞു വരുമ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഹിപ്നോതെറാപ്പി ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു സാധാരണ നേരത്തെ ചോദിച്ച ബുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗൂഗിളിൽ ഒരുപാട് അവൈലബിൾ ആണ്. എവറിത്തിങ് ഈസ് ഇൻ യുവർ ഫിംഗർ ടിപ്പ്. ഇപ്പോൾ ഈ പറയുന്ന ChatGPTയോട് തന്നെ പോയി ചോദിക്കുകയാണെങ്കിൽ ഇഫ് യു ആസ്ക് ChatGPT ഇഫ് hypnotherapy is a pseudoscience, ChatGPT will explain it to you that it's not. അപ്പോൾ ഗൂഗിളിൽ പറയുന്നതാണോ ChatGPT പറയുന്നതാണോ സത്യം എന്നുള്ളത് നമ്മൾ ലോജിക്കലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ആൾക്ക് വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു തെറാപ്റ്റിക് മെത്തേഡ് ആണോ എന്നാണ്. ഈസ് ഇറ്റ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഡെഫിനറ്റ്ലി എനിക്ക് എക്സ്പെൻസീവ് ആയൊരു കാര്യമായിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ കമ്പയർഡ് ടു അതേഴ്സ് ഐ വുഡ് സേ യെസ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫാസ്റ്റർ ടു. ബാക്കിയുള്ള തെറാപ്പി മൊഡാലിറ്റീസിലേക്ക് എടുക്കുന്ന സമയത്തിൻ്റെ വളരെ ചെറുത് മതി ഒരു പ്രൊഫൗണ്ട്
ട്രാൻസ്ഫോർമേഷൻ അത് കൊണ്ടുവരാൻ ഒരു നമ്പേഴ്സ് വെച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു റിസർച്ച് നടന്നത് ഞാൻ പറയാം. ഇത് വളരെ പണ്ട് നടന്നൊരു റിസർച്ചാണ്. ആ റിസർച്ചിൽ ഹിപ്നോസിസിനെ കമ്പയർ ചെയ്തിട്ട്, ഇപ്പോൾ CBT പോലെയുള്ള ബിഹേവിയറൽ തെറാപ്പി ആണെങ്കിലും സൈക്കോ അനാലിസിസ് ആണെങ്കിലും കമ്പയർ ചെയ്തപ്പോൾ മറ്റ് സെഷൻസ് വെച്ച് നോക്കുമ്പോൾ 6 സെഷനിൽ 93% ആൾക്കാർക്കും ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിരുന്നു. CBTയിൽ ഏകദേശം 22 സെഷൻസ് ഈക്വൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട് 22 സെഷൻസ് ആവശ്യം വന്നിരുന്നു. സൈക്കോ അനാലിസിസിൽ ഏകദേശം 600 സെഷൻസിൻ്റെ ആവശ്യം 600 വന്നിരുന്നു. ഈ സെയിം ഒരു ഡെപ്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അത്രയും. ഇത് മാത്രമല്ല കേട്ടോ, ഇത് എനിക്ക് എൻ്റെ മൈൻഡിൽ ഓർമ്മയുള്ള ഒരു റിസർച്ച് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരുപാട് റിസർച്ചുകളുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡു നോട്ട് ഹെസിറ്റേറ്റ്, പ്ലീസ് ഗൂഗിൾ. ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് അവിടെ തന്നെ ഉണ്ട് ഹിപ്നോസിസിൻ്റെ ബെനിഫിറ്റ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. ഹിപ്നോതെറാപ്പിയുടെ ഒരു എന്താ പറയുക, മേളിൽ കൂടെ നമ്മളൊന്ന് ഓടിയങ്ങ് കഴിഞ്ഞു. ഡെപ്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റിലോ 2 പോഡ്കാസ്റ്റിലോ നിൽക്കാത്ത അത്രത്തോളം ഉണ്ട് ഇതിനകത്ത്. അതെ. ആൻഡ് നമ്മുടെ ഓഡിയൻസ് യു കുഡ് ഗോ ത്രൂ ദ ബുക്സ് ആൻഡ് റെഫറൻസസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാൻ്റെ അടുത്ത് ചോദിച്ചിട്ടിടാം. ആൻഡ് സാൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ മെൻഷൻ ചെയ്യാം. ആൻഡ് ദാറ്റ് വാസ് എ വെരി വെരി ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ. താങ്ക് യു. എത്ര പേര് ഇതൊക്കെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് സയൻസ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. താങ്ക് യു. താങ്ക് യു ഫോർ ഹാവിങ് മീ.